അസ്സലാമലൈക്കും. എന്തൊക്കെയാണ് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നത്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ എന്നുള്ളത് ദുബായിലെ അബുദാബിൻ്റെ അണ്ടറിലുള്ള അല്ലൈൻ എമിറേറ്റിലാണ് കേട്ടോ. അൽ ഐൻ എമിറേറ്റിലാണുള്ളത്. അപ്പോൾ ഇവിടെ ഭയങ്കര രസമാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര പ്രകൃതിയൊക്കെ ഉണ്ടല്ലോ. നമ്മുടെ നാട്ടിലത്തെ പോലെ വലിയ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ നാച്ചുറലായിട്ട്. ഇവിടെ ഇടയ്ക്കിടയ്ക്ക് മഴ കാര്യങ്ങളൊക്കെ നാട്ടിൽ പെയ്യണ പോലെയൊക്കെ പെയ്യലുണ്ട് കേട്ടോ ഈ എമിറേറ്റിൽ. അപ്പോൾ ആ എമിറേറ്റിലെ കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക. അതിന് തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണും കൂടി അടിച്ചാണ് പൊളിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇടുന്ന അടുത്ത ഇടുന്ന വീഡിയോന് നോട്ടിഫിക്കേഷൻ കഴിഞ്ഞ് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇൻഷാ അല്ലാഹ് എല്ലാവരും വീഡിയോ അവസാനം വരെ കണ്ടോളിട്ടോ. വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഗായ്സ്, നമ്മളിത് അല്ലൈൻ ടൗണിലേക്ക് എത്തിയിട്ടുണ്ട്. നല്ല കാലാവസ്ഥയാണ്. മഴ ഇപ്പോൾ പെയ്യൂല. ചെറിയൊരു ചാറ്റിലൊക്കെ വന്ന് പോയിട്ടുണ്ട്. ഇപ്പോൾ അല്ലൈനിൽ ഇവിടെ വലിയ ഹൈറ്റുള്ള ബിൽഡിംഗ് ഒന്നുമില്ല. കൂടിപ്പോയാൽ ഒരു 4 നില, മാക്സിമം 3 നില 4 നില. അതെന്താ റീസൺ അറിയില്ല കേട്ടോ. എല്ലാ സ്ഥലത്ത് പോയി കഴിഞ്ഞാലും ടൗണിലാണെങ്കിലും ഇനിയിപ്പോൾ ടൗൺ കഴിഞ്ഞ് പോയി കഴിഞ്ഞാലും ഇവിടെ പള്ളീൻ്റെ മിനാരം മാത്രമേ വലുപ്പമുള്ളൂ. പക്ഷേ ഒരു സ്ഥലത്തും ഹൈറ്റ് മിനാരത്തിൻ്റെ അത്ര വലുപ്പമുള്ള ഹൈറ്റ് ഇല്ല കേട്ടോ. അതെന്താ കാരണം അറിയില്ല. പിന്നെ അടിപൊളിയായിട്ട് ഇവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഏത് കണ്ട ആ മരങ്ങളൊക്കെ നട്ട് പിടിപ്പിച്ച് ശരിക്ക് നാടന്നെ ഫീൽ ചെയ്യൂ. ഈ മറ്റുള്ള ഈ എന്താ പറയുക സിറ്റികളിൽ നിന്നൊക്കെ നമ്മൾ ഫസ്റ്റ് ടൈമായിട്ട് ഈ അല്ലൈനിലേക്ക് വരികയാണെങ്കിൽ ശരിക്കും നാടെത്തിയൊരു ഫീലാണ്. ഭയങ്കര ഗ്രീനറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ സമ്മതിക്കണം കേട്ടോ. ഇതെനിക്ക് തോന്നുന്നു ഇവിടുത്തെ റൂളർ ഉണ്ടല്ലോ, നമ്മളെ ഷെയ്ഖ് സായിദ് ജനിച്ച് വളർന്ന നാടൊക്കെ ആണ് കേട്ടോ ഈ അല്ലൈൻ എന്ന് പറയുന്നത്. ഇവർ ഒരുപാട് ഈ ഷെയ്ഖ് ഫാമിലിയൊക്കെ ഉള്ളത് അല്ലൈനിലാണ്. നമ്മളെ ഈ ഷെയ്ഖ് സായിദാണ് കേട്ടോ ഇവിടെ UAE എന്നുള്ളൊരു രാജ്യം രൂപീകരിച്ചോ. ഇത് 7 എമിറേറ്റുകളായിട്ട് സെപ്പറേറ്റ് ആയിട്ട് നിന്ന ഒരു സ്ഥലമായിരുന്നു. നാട്ടുഭരണം എന്നൊക്കെ പറയില്ല നമ്മൾ. അങ്ങനെ മൂപ്പര് ഇപ്പോൾ 53 വർഷമായിട്ടോ ഇപ്പോൾ ഇതിങ്ങനെ രാജ്യം രൂപീകരിച്ചിട്ടുള്ള. ഈ ദുബായിൻ്റെ വളർച്ച എല്ലാവർക്കും അറിയാമല്ലോ. എത്ര പെട്ടെന്നാണ് ഇവർ ആ ഫ്യൂവലിൻ്റെ ഒരു സ്രോതസ് കൊണ്ട് ഇങ്ങനെ വളർന്ന് പന്തലിച്ചറിയോ. അപ്പോൾ നമ്മളെ വിഷയം അതല്ല. നമ്മൾ ഈ നാച്ചുറലി ഞാൻ ഇവിടെ വരുന്ന വഴിക്ക് ഒരു റിവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ തോടൊക്കെ കെട്ടിക്കാണ്ട് നമ്മൾ നാട്ടിലൊക്കെ ഉണ്ടാവില്ല, അതുപോലെ ഇങ്ങനെ 2 സൈഡിൽ കെട്ടിയിട്ട് ഇങ്ങനെ ഉണ്ട്. ഒരു കല്ലും മണ്ണും ഒക്കെ ഒലിച്ചു പോയിട്ടുള്ളൊരു ഏരിയ. അത് ഞാൻ ഇങ്ങനെ കണ്ടിട്ടുണ്ട് വരുന്ന വഴിക്ക്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഇവിടെയാണ് ഇന്നെൻ്റെ ജോലി ലൊക്കേഷനും വരുന്നത്. അപ്പോൾ എനിക്ക് 1-2 ഷോപ്പ് പിടിച്ച് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കുറച്ച് ലേറ്റാക്കി. അങ്ങനെ പോകുന്ന വഴിക്ക് നമ്മൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ പള്ളികളുണ്ട്. പിന്നെ അങ്ങനെ ഞാൻ ആ സ്ഥലത്തെത്തിയിട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ല കുറേ കല്ലുകൾ ഒലിച്ചു പോയത്. പിന്നെ റിവർ പോലെ ഇതാണ് കേട്ടോ സ്ഥലം. ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ ഇതൊരു വാദ്യമാണ്. ഇതൊരു ഒറ്റപ്പെട്ട ഒരു സ്ഥലം. ഇവിടെ ഒരു മനുഷ്യന്മാരോ ആരും കാണുന്നില്ല. കാരണം അപ്പുറത്തും ഇപ്പുറത്തും വണ്ടികൾ 1-2 കാണുന്നുണ്ട്. പക്ഷേ ഔട്ട് സൈഡ് ഒറ്റ ആളുമില്ല. നമുക്ക് ഈ ഏരിയയിൽ വന്നു കഴിഞ്ഞാൽ തന്നെ പേടിയാകുന്നുണ്ട്. കാരണം ആ നേരെ ഓപ്പോസിറ്റ് കാണുന്നത് അതിൻ്റെ ഉള്ളിലൊരു പള്ളിയാണ്. അതിൻ്റെ ചുറ്റും ഭയങ്കര മരങ്ങളും പിന്നെ അതുപോലെ ഈത്തപ്പഴത്തിൻ്റെ തോട്ടങ്ങളും പുല്ലുകളും ചെടികളൊക്കെ ആയിട്ട് നിറഞ്ഞൊരു അജ്ഞാതമായിട്ടുള്ളൊരു ഏരിയ ആണ് ഉണ്ടത്. അതെനിക്ക് അതിൻ്റെ ഉള്ളിലേക്ക് പോകണമെന്നുണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് അറിയാലോ കുറേ ഗോസ്റ്റ് ഹൗസ്, പിന്നെ അതുപോലെ റാസൽ കൈമുള്ള ഗോസ്റ്റ് ഹൗസ്, ഷാർജയിലുള്ള ഗോസ്റ്റ് ഹൗസ്. അപ്പോൾ ഓരോ ഊഹാഭോഗങ്ങളായിട്ടുള്ള കഥകൾ ഇവിടെ ഉണ്ട്. അപ്പോൾ ഈ സ്ഥലത്തിനെ കുറിച്ച് എനിക്കൊരു ഐഡിയ ഇല്ല. പിന്നെ ഇവിടെ ആരോട് ഞാൻ ചോദിച്ചിട്ടുമില്ല, ചോദിക്കാൻ ഒരാളെ കാണുന്നില്ല. ഇതിൻ്റെ തൊട്ടപ്പുറത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഖബർസ്ഥാനാണ് കാണുന്നത്. അതിൻ്റെ ഉള്ളിൽ ഞാൻ കയറിയിട്ടില്ല കേട്ടോ. ഇതുണ്ടോ ഈ കല്ലൊക്കെ ഒലിച്ചു വന്നതാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ മഴ പെയ്യുന്ന സമയത്ത് ഇവിടെ ഈ അല്ലൈൻ്റെ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഇവർക്ക് മഴ കിട്ടും. ഇവിടെ മഴ ഇങ്ങനെ ലഭിക്കുന്നതുകൊണ്ട് ചില സമയങ്ങളിൽ ഈ ഭയങ്കര വെള്ളം പോകാനുള്ളൊരു ആക്സസ് ഇവിടെ ഇല്ലല്ലോ. അപ്പോൾ ആ സമയത്ത് വെള്ളം പോയി ആയതാണ് കേട്ടോ ഇത്. ഈ റിവർ എന്നല്ല, ഈ തോട് പോലെ ഇങ്ങനെ രൂപം കൊണ്ട് ഇതുപോലെ 2 സൈഡിൽ കെട്ടിയിട്ട് എന്താക്കി ഒരു പുഴക്കുള്ള ഒരു വീതി കൊടുത്തിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ഈ കോമ്പൗണ്ട് ഫുള്ള് കാണുന്നത് ഒരു പള്ളീൻ്റെ കോമ്പൗണ്ടാണ്. ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടില്ല. ആ പോകുന്ന ഏരിയയിലേക്ക് ഞാനൊന്ന് എൻട്രി ചെയ്ത് നോക്കി. പക്ഷെ അവിടെ ഫുള്ള് കിളികളെ സൗണ്ടും പിന്നെ നമുക്ക് അതിൻ്റെ ഉള്ളിൽ പോകുമ്പോൾ ഒരു ദുരൂഹമായിട്ടുള്ള എന്തോ ഒരു ഫീല് വരിക.
കാരണം ഈ ഏരിയനെ കുറിച്ച് എനിക്കൊരു ഐഡിയ ഇല്ല. പിന്നെ അതുപോലെ ഇവിടെ ആരെയും കാണുന്നില്ല. ഒഴിഞ്ഞൊരു പ്രതലം, ഒരു ശരീരം, ഒരു ഒരു ഏരിയ പറഞ്ഞ മാറിപ്പോയതാണ്, ശരീരമല്ല, ഒരു ഒഴിഞ്ഞ ഏരിയ. അപ്പോൾ ഞാൻ ഈ ഏരിയയിൽ നിന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കറക്കിയെടുത്തു. ഇവിടെ കംപ്ലീറ്റ് ഈച്ചയുണ്ട്, എന്താ അറിയില്ല. പിന്നെ കുറേ സ്ഥലത്ത് ഈ പമ്പോ സെറ്റില്ലേ, ഈ കുഴൽ കിണർ പോലെ കാണുന്നുണ്ട്. കുഴൽ കിണറുകളൊക്കെ അടിച്ചിട്ടുള്ള സംഭവങ്ങളൊക്കെ കാണുന്നുണ്ട്. ഈ നേരെ കാണുന്നതാണ് പള്ളി. ഇവിടെ ഒരു പള്ളി ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ. പക്ഷേ ഇവിടുത്തെ ഗേറ്റും കാര്യങ്ങളൊക്കെ ഉള്ളതൊക്കെ പറിച്ച് ഇവിടെ പുറത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ അവിടെ ഒരു ബാരിക്കേഡ് ഉണ്ട്, ഉള്ളിലേക്ക് സ്റ്റോപ്പാണ്, എൻട്രി ആയിട്ടാണ് കാണുന്നത്. പിന്നെ പല എന്തെല്ലോ സ്മെല്ലും അടിക്കുന്നുണ്ട് ഇവിടെ. അപ്പം നമുക്ക് മൊത്തത്തിലൊരു പേടി. അപ്പം ഞാൻ ഇത് ഇവിടുന്ന് എന്താക്കി, കുറച്ച് കിട്ടുന്ന ഏരിയ ഒക്കെ മെല്ലെ കവർ ചെയ്തെടുത്തിട്ട് ഞാൻ മെല്ലെ സ്കൂട്ടാനുള്ള പരിപാടിയാണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ ചില ഏരിയകളിൽ കാണുന്ന കംപ്ലീറ്റ് ഈത്തപ്പഴത്തിൻ്റെ തോട്ടാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്. ഈ സൈഡിൽ റൈറ്റ് സൈഡിലാണെങ്കിൽ ഫുള്ള് വേറെ ചെടികളും കാടുകളും, ഭയങ്കര സൗണ്ടാണ് ഇതിൻ്റെ ഉള്ളിൽ. കിളികൾ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എമ്മാരി കിളികളെ സൗണ്ടാണ് ഇതിൻ്റെ ഉള്ളിൽ. ഞാനാണ് ഈ ഒറ്റക്കാണുള്ളത്. നേരെ പള്ളി, ഈ പള്ളീൻ്റെ നേരെ കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഖബർസ്ഥാൻ. ഒരു മനുഷ്യന്മാർ ഈ ഏരിയയിലില്ല. ആകെപ്പാടെ എന്താ പറയുക, എനിക്കൊരു പേടി കുടുങ്ങി. നമുക്ക് ഒറ്റയ്ക്ക് ഇങ്ങനെ ഒരു സ്ഥലത്ത്, അറിയാത്ത സ്ഥലത്ത് നമ്മൾ പെട്ടിട്ട് ഇങ്ങനെ ഇതെടുക്കാൻ നിൽക്കൂലേ, വീഡിയോ ഒക്കെ എടുക്കാൻ പോയിട്ടുള്ള അവസ്ഥ എന്തായിരിക്കും ആലോചിച്ച് നോക്കി. ഒരു മനുഷ്യന്മാരില്ല ഈ ഏരിയയിൽ, അതാ രസം. കാരണം ഇമാതിരി സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. എന്നാൽ ഇത് നോക്കാനോ നടത്താനോ ഒരു മനുഷ്യന്മാരും ഇവിടെ കാണുന്നില്ല. ചിലപ്പോൾ ഇതിന് പ്രോപ്പർട്ടിക്ക് ആള് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ ഞാൻ വന്ന സമയത്ത് ഒരാളെയും കാണാനായിട്ടായിരിക്കണം. പക്ഷെ എന്നാൽ പോലും ഈ ഏരിയ, ഈ പരിസരം, ഈ ഏക്കർ കണക്കിന് ഏരിയയിൽ ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. എന്താ അറിയില്ല, അങ്ങനത്തെ ഒരു ഏരിയ. ഞാൻ അറിയാണ്ട് ഇതിൻ്റെ ഉള്ളിൽ ഒരു അബുദാബി റോഡിൽ റേറ്റ് കയറിയിട്ട് ഉള്ളിലേക്ക് വന്നതാണ്. കാരണം ഞാൻ ആടുന്ന് ഇങ്ങനെ നോക്കുമ്പോൾ ഫുള്ള് പച്ചപ്പ്. അപ്പോൾ അതൊന്ന് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വന്നത്. ഞാൻ വണ്ടിയാണ് ആ കാണുന്നത്. പിന്നെ ഇതിൻ്റെ അപ്പുറത്ത് ഒരു ചെറിയ എന്തോ ഒരു സിമെൻറ്റിൻ്റെ പോലെ ഒരു കുഴക്കുന്നുണ്ട്, കുഴച്ച എന്തോ ഒരു ഇതൊക്കെ കാണുന്നുണ്ട്. പക്ഷേ ആൾക്കാരൊന്നും കാണുന്നില്ല. ഞാൻ പിന്നെ എന്ത് ചെയ്ത്, എനിക്ക് അവിടെ കൂടുതൽ നിൽക്കുമ്പോൾ പേടിയായിട്ട് ഞാൻ മെല്ലെ പുറത്തേക്ക് ഇറങ്ങി. എന്നിട്ട് ഇത് പോണ ആ ഏരിയ ആണ് കേട്ടോ. ഇവിടെ ഇപ്പോൾ താമസമൊക്കെ ഉണ്ട്. കാരണം ഞാൻ ഒരു 1/2 കിലോമീറ്റർ ഇങ്ങോട്ട് വന്ന് നോക്കുമ്പോഴാണ് കുറച്ച് താമസമൊക്കെ ഉള്ള ഏരിയ കാണുന്നുണ്ട്. ഇവിടെ ഈ 2 ഭാഗം കണ്ടില്ല നിങ്ങൾ, നമ്മളെ ഈത്തപ്പഴത്തോട്ടം. ഇവിടെ ഒരു മതിൽ പോലെ ഇത് കണ്ടില്ല, ഈ പോകുന്നത് അതിൻ്റെ സെൻറ്ററിൽ കൂടെയാണ് കേട്ടോ ആ റിവർ ക്രിയേറ്റ് ആയത്. അത് നാച്ചുറലായിട്ട് ഈ വെള്ളം പോയിട്ട് ആയതാണ് കേട്ടോ. ഇതിങ്ങനെ എനിക്ക് ശരിക്കും നാടിങ്ങനെ ഫീലാകുക കേട്ടോ. ഇവിടെയൊക്കെ താമസിക്കുന്ന ആൾക്കാർ ഇടയ്ക്കൊക്കെ ഈ ഭാഗത്തേക്കൊക്കെ ഒന്ന് വരാൻ പറ്റുമെങ്കിൽ വന്നോ. ഞാൻ ആദ്യമായിട്ട് കണ്ട ചങ്ങായി അതാടെ ഇതാണ്, ഒരു പാകിസ്ഥാനാണ്. ഇവിടെ ഈ ഏരിയയിൽ താമസിക്കുന്നതൊക്കെ പാകിസ്ഥാനികളാണ് കേട്ടോ. ആടെ ഉണ്ട് ഫോണിൽ കുത്തി കളിക്കുന്നത്. നമുക്ക് ഈറ്റിങ്ങളെ ഒരാളെ മാത്രം കാണുമ്പോഴും പേടി. ഞാൻ ഒരാളോട് എന്നിട്ട് ചോദിച്ചു ആ പള്ളി വർക്കിംഗ് ഉള്ള പള്ളിയാണോ എന്ന്. അപ്പോൾ പറഞ്ഞു അത് വർക്കിംഗ് ഉള്ള പള്ളിയാണ്, 5 നേരം നിസ്കാരമൊക്കെ ഉള്ള പള്ളിയാണെന്നാണ് പറഞ്ഞത്. പക്ഷെ നമ്മൾ ഒരു മനുഷ്യൻ ആ ഏരിയ കണ്ടിട്ടില്ല. എന്തോ ഉള്ള പോലെ അങ്ങനെയൊക്കെ കഴിഞ്ഞ് ഇതൊക്കെ ഇവിടെ ഈ പാകിസ്ഥാനികൾ താമസിക്കുന്ന ഏരിയ ഉണ്ട്. അതൊക്കെ ഇതൊരു റൈറ്റ് സൈഡിലുള്ള ഒരു വീടാണ്. എന്ത് രസമാണ് നാട്ടിലെ പോലെ ക്രിയേറ്റ് ചെയ്ത്. ഇത് അവിടുന്ന് 1 കിലോമീറ്റർ, ഞാൻ ഇപ്പോൾ പോയില്ല, റിവർ എന്നൊക്കെ പറഞ്ഞ സ്ഥലമല്ലേ, ആ പള്ളിയൊക്കെ കണ്ട് പേടിച്ച ആ സ്ഥലത്തുനിന്ന് 1 കിലോമീറ്റർ കഴിഞ്ഞപ്പോൾ ഉള്ള കാഴ്ചകളാണ് കേട്ടോ അതൊക്കെ. പിന്നെ അത് കഴിഞ്ഞ് ഞാനിതാ സിറ്റിയിലേക്ക് പിന്നെയും പോന്ന്. പിന്നെ ഇതാ സിറ്റി കാഴ്ചകളാണ് കേട്ടത്. ഇത് ഞാൻ പറഞ്ഞില്ല, 3 നില ബിൽഡിങ് മാത്രമാണ് ഇവിടെ കാണുന്നുള്ളൂ. പക്ഷേ എന്താ രസമാണ്, ഇത് ലൈവായിട്ട് കാണണം. എന്തോ ഒരു ഭംഗി അറിയാം. നമ്മൾ ഈ ദുബായിലൊക്കെ നിന്ന് ഈ ബിൽഡിങ് മാത്രം കണ്ടിട്ട് ഇവിടെ ഞാൻ ഇപ്പോഴാണ് വരൽ തുടങ്ങി. ഈ മാസം മുതലാണ് കമ്പനി വീക്കിലി 1 ഡേ ഇവിടെ വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് വിടൽ തുടങ്ങിയത്. അപ്പോൾ നമ്മളിങ്ങനെ ആദ്യമായിട്ട് കാണുമ്പോഴേ അത് ഇങ്ങൾക്കും കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ വീഡിയോ എടുക്കുന്നത് കേട്ടോ. ഇതുണ്ടല്ലോ, ഇതൊക്കെയാണ് ഇവിടുത്തെ മെയിൻ സിറ്റി എന്നല്ല, ചെറിയ ചെറിയ ടൗൺഷിപ്പുകളാണ് കേട്ടോ. ഇവിടെ ഒരുപാട് ആൾക്കാർ വർക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെ കൂടുതൽ ഈ ഫിലിപ്പീനോസിനൊക്കെ കണ്ടത്, പിന്നെ അധികം നേഴ്സുമാർ ഹോസ്പിറ്റലിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. കാരണം ഒരുപാട് ലോക്കൽ എന്താ പറയുക, ഇവിടുത്തെ ലോക്കൽ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ അറബ്സൊക്കെ താമസിക്കുന്നതും പിന്നെ അതുപോലെ ഷെയ്ഖ് ഫാമിലികളൊക്കെ പാലസും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ് അൽ-ഐൻ കേട്ടോ. അൽ-ഐൻ എന്തായാലും പൊളി. വേറെ മനസ്സൊക്കെ ഭയങ്കരമായിട്ട് റീഫ്രഷ് ആകുന്നൊരു പ്ലേസ് കേട്ടോ. നമുക്ക് ഈ ക്രൗഡിൽ നിന്ന് നമ്മളൊരു എന്താ പറയുക, കൂടുതലായിട്ടുള്ളൊരു പ്ലേസിൽ നിന്ന് നമ്മളൊരു
ഒന്ന് കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഏരിയയിലേക്ക് പോകുമ്പോൾ ആ ഒരു ഫീൽ ഉണ്ടല്ലോ. ഇപ്പം നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ ഇപ്പോൾ ഒരുപാട് ഇപ്പോൾ സ്കൂളിൽ നിന്നൊക്കെ പഠിച്ച് അതിന് ശേഷം നമ്മളൊരു വീക്കെൻഡ് മറ്റേ ഇത് പോകുമല്ലോ, ഒരു വെക്കേഷൻ ടൂർ പോലൊക്കെ എന്ന പോലെയാണ് എനിക്കിപ്പോൾ അത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നത്. ഒന്നും പറയണ്ട, അടിപൊളി. ഇതുണ്ടല്ലേ, അങ്ങോട്ട് അപ്പുറത്തോ ഇപ്പുറത്തോ ഒരു ബിൽഡിങ്ങുകളോ കാര്യങ്ങളോ നിങ്ങൾ കാണുന്നില്ലല്ലോ. 1-2 അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഉണ്ടെങ്കിൽ പോലും എന്നാലും കൂടുതൽ ഭയങ്കര ഡിസ്റ്റൻസിലാണ് ബിൽഡിങ്ങുകളും കാര്യങ്ങളും കൊടുത്തിട്ടുള്ളത്. ഇവിടുത്തെ സ്ട്രക്ചറേ ഇങ്ങനെയാണ്, കൂടുതൽ ഗ്രീനറി ഉൾപ്പെടുത്തിയിട്ട് ബിൽഡിങ്ങും കാര്യങ്ങളും ഈ മെയിൻ റോഡിലേക്കൊക്കെ സിറ്റി അല്ലാത്ത സ്ഥലത്ത് കുറവായിട്ടുള്ളത്. പിന്നെ ഈ റൈറ്റ് സൈഡിലൊക്കെ കാണുന്നത് ഇവർ താമസിക്കുന്ന ഏരിയകളാണ് കേട്ടോ. ഇവിടുത്തെ ലേബേഴ്സും പിന്നെ അതുപോലെ ഇവിടുത്തെ ഈ ലോക്കലായിട്ടുള്ള അറബ്സൊക്കെ താമസിക്കുന്ന ഏരിയകളാണ് കേട്ടോ. എന്തായാലും പൊളി, പൊപ്പളാപ്പി എന്നൊക്കെ പറയാം, അടിപൊളി മുതലായിട്ടോ. എന്തായാലും പോയത് ദുബായിലൊക്കെ ഉള്ള ആൾക്കാർ ഈ വീഡിയോ കാണുകയാണെങ്കിൽ ഒരു ദിവസമെങ്കിലും നിങ്ങൾക്ക് ലീവ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് പോരുകൊണ്ട്. ഇവിടെയൊക്കെ അമ്മാതിരി സെറ്റപ്പാണ്, എന്താ രസം അറിയാം. പിന്നെ ഇപ്പോൾ ദുബായിൽ അറിയാലോ, കാലാവസ്ഥയൊക്കെ മാറി മഴ പെയ്യാനുള്ള പരിപാടിയുണ്ട്. പിന്നെ അതുപോലെ ഭയങ്കര തണുപ്പായിട്ടുണ്ട് ഇപ്പോൾ കാലാവസ്ഥ. ഇന്നലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തത്തിൽ മൂടിയേനു. ഇടക്കും തിലക്കും സൂര്യേട്ടൻ ഒന്ന് വരും, ഒന്ന് നോക്കിയിട്ട് പോകും, പിന്നെ മേഘം മൊത്തത്തിൽ മൂടിയിട്ട്. പക്ഷെ വലിയൊരു മഴയോ കാര്യങ്ങളൊന്നും പെയ്തിട്ടില്ല കേട്ടോ. ഇതുണ്ടല്ലേ, എവിടെ നോക്കിയാലും നിങ്ങൾക്ക് പച്ചപ്പില്ലാത്തൊരു സ്ഥലം ഈ അല്ലൈനിൽ കാണൂല. ദുബായ് പോലെ അല്ലട്ടത്, ഭയങ്കര രസമായി ഇവിടെ ലേക്കായി. പിന്നെ വേറെന്താ വെച്ച് കഴിഞ്ഞാൽ അല്ലൈനിൽ എക്സ്പെൻസ് കുറവാണ് കേട്ടോ, കൂടുതൽ എക്സ്പെൻസ് ഇല്ല. ഫാമിലി ആയിട്ടൊക്കെ നിൽക്കുന്ന ആൾക്കാർക്കൊക്കെ ഭയങ്കര ചീപ്പിന് പിന്നെ ഇവിടെ വില്ലകളും ഫ്ലാറ്റുകളും അവൈലബിൾ ആണ് കേട്ടോ. ഒരുപാട് ആൾക്കാർ ദുബായിൽ കമ്പനിയുള്ള ആൾക്കാരും അതുപോലെ ദുബായിൽ പിന്നെ സെയിൽസിലൊക്കെ പോണ ആൾക്കാർ സ്റ്റേ ചെയ്യലുണ്ട്. ഈ 140-150 കിലോമീറ്റർ ഇപ്പുറത്ത് വന്നിട്ട് സ്റ്റേ ചെയ്യലുണ്ട്. ഡെയിലി പോയി വരുന്ന ആൾക്കാരുണ്ട് കേട്ടോ. കാരണം നമ്മളൊരു ഫ്രണ്ട് ഉണ്ട്, ഈ ജുൽഫാർ ഫാർമസീൻ്റെ മറ്റേ ഈ മെഡിക്കൽ ഇതിൽ വർക്ക് ചെയ്യുന്നത്. അവർ ഡെയിലി പോയി വരുന്ന ദുബായിൽ വരും, ദുബായിലത്തെ വർക്ക് കഴിഞ്ഞാൽ വൈകുന്നേരം തിരിച്ച് ഓൺലൈനിലേക്ക് പോരും. നല്ല ട്രാവലിംഗ് ഉണ്ട്. പക്ഷേ ഇവിടെ എന്താ വെച്ച് കഴിഞ്ഞാൽ കമ്പനി വണ്ടിയും കാര്യങ്ങളൊക്കെ ഉള്ളവർക്ക് പെട്രോളും കാര്യങ്ങളൊക്കെ കമ്പനി കൊടുക്കുകയാണെങ്കിൽ പിന്നെ അത് നല്ല എന്താ പറയുക, നല്ല പ്ലേസിൽ വന്ന് താമസിക്കാനുള്ള ഓരോ ഓഫറാണിത്. പിന്നെ ഇപ്പോൾ എല്ലാ സൈഡിലും എന്താ പറയുക, കംപ്ലീറ്റ് ആയിട്ട് ചെടികളും ഫ്ലവേഴ്സും ഒക്കെ ഉഷാറാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ മക്കളെ, ഇന്നത്തെ ഓൺലൈൻ വീഡിയോ ഇതൊക്കെയാണ്. മഴ പെയ്യുമെന്ന് വിചാരിക്കേണ്ടത്, പക്ഷേ പെയ്യൂല. അപ്പോൾ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ നമ്മളെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അപ്പുറത്തുള്ള ബെല്ലൈക്കണും കൂടി അടിച്ചാണ് പൊളിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇടുന്ന പുതിയ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഇൻഷാ അല്ലാഹ് എല്ലാവരും അവസാനം വരെ കാണുക. അപ്പോൾ സലാം അലൈക്കും.